ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ കാര്യം കൂടിയിട്ടുണ്ടാവും. നമ്മൾ ഒരു ചാലഞ്ചാണ് ചെയ്യാൻ പോണത്. അതായത് ഞങ്ങൾക്ക് പ്രീ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും പഠിക്കണം. അപ്പോൾ സാധാ ഒരു സ്റ്റഡി വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുക വിചാരിച്ചു. കാരണം എൻ്റെ അധികം വീഡിയോസും ഞാൻ സ്റ്റഡി വ്ളോഗുകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു വെറൈറ്റി ആയിട്ട് യൂട്യൂബ് തപ്പിയപ്പോൾ കിട്ടിയ ഒരു ചാലഞ്ചാണിത്. അതായത് ഒരു മെഴുകുതിരി മതി ശരിക്കും ഈ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കാം, എന്നിട്ട് ഇത് കഴിയോളം പഠിക്കാം. അതിന് പല ടൈപ്പ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഐസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് മെഴുകുതിരി വെച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഇംഗ്ലീഷാണ് എക്സാം. 2 യൂണിറ്റ് ഉള്ളൂ കേട്ടോ. ബാക്കി 2 യൂണിറ്റ് പിന്നെ പാർട്ട് 2 അപ്പോൾ 2 യൂണിറ്റ് പറഞ്ഞാൽ കുറച്ച് ക്ലാസ് കേൾക്കണം. കഴിഞ്ഞ ക്രിസ്മസിൻ്റെക്കാളും കുറച്ചുകൂടി നോക്കണം. പിന്നെ ഗ്രാമർ സെക്ഷനും നോക്കണം. ഇതാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് പോയി കത്തിച്ചിട്ട് വരാം. അതിൽ കോമഡി കാര്യം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ലൈറ്റർ ഇല്ല. ഞാൻ അപ്പുറത്ത് വീട്ടിൽ വരെ ചോദിച്ചു, അവിടെയും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് കത്തിച്ചിട്ട് വരണം. ഞാൻ പോയി കത്തിച്ചിട്ട് വരാം. നമ്മൾ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് ലെസൺ മുതൽ തുടങ്ങാം. അപ്പോൾ ഇനി പബ്ലിക് എക്സാം വരുന്നതുകൊണ്ട് തന്നെ പഠിക്കണമെന്ന് മനസ്സ് പറയും. പക്ഷെ എന്തൊക്കെ പഠിക്കാൻ തോന്നില്ല ഈ കുറച്ച് ദിവസമായിട്ട്. പക്ഷെ പിന്നെ ഇത് എക്സാമിന് പഠിച്ചേ പറ്റുള്ളൂ എന്നില്ലോട്ട് കുറച്ചേരൊക്കെ ഇരുന്ന് വായിച്ചു. ഇത് അനങ്ങണില്ല. മിക്കവാറും ഒരു ക്യാൻഡിൽ അടുക്കുണ്ടാവുള്ളൂ. കാരണം ഇത് ഇത്രയും നേരമായിട്ട് ഇത് അനങ്ങണില്ല. ഒന്ന് മതി എന്ന് തോന്നുന്നു. നിങ്ങൾ ടൈം ലാപ്സിൽ കണ്ടാൽ മതി, നിങ്ങൾക്ക് ബോറടിക്കും. ഈ ചാലഞ്ച് തുടങ്ങിയപ്പോൾ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇടങ്കാർ മനസ്സിലായത്. കാരണം എത്ര ശ്രമിച്ചിട്ടും ആ ക്യാൻഡിലൊന്നും താന്ന് കിട്ടണില്ല. ഇതിൻ്റെ ഒരു അനക്കമില്ല. അപ്പോൾ എത്ര 1 മണിക്കൂറായിരുന്നു പഠിച്ചത്. പക്ഷെ ഇതിപ്പോഴും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സംഭവമൊക്കെ ഫുഡ് ഉണ്ടാക്കണം. ഫുഡല്ല, ചോറ് വെക്കാനുണ്ട്. അത് വെച്ചിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഊതാം. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ആ ക്യാൻഡിലത്തെ 2 ആയിട്ടാണ് മുറിച്ചു. ഇന്ന് പിന്നെയും നമുക്ക് താവണത് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ക്യാൻഡിൽ ഹാഫ് കട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചേലും മനസ്സിലാവും ഇത് തീരുന്നത്. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പകുതി നമുക്ക് എടുക്കാം. കറക്റ്റ് ഞാൻ ഹാഫ് കട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇതെന്തായാലും തീർന്നിട്ട് ബാക്കി എടുക്കാം. എന്തായാലും ഒരു ക്യാൻഡിൽ നമ്മൾ തീർക്കും. യെസ്. അപ്പം ഇനി പഠിക്കാം. ഞാൻ തിന്നാൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കണം. അതൊക്കെ തിന്നിട്ട് പഠിക്കാം. പക്ഷേ സത്യത്തിൽ ഈ ക്യാൻഡിൽ മുറിച്ചു നേരിട്ട് എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല. അത് അതേപോലെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീച്ച് പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് താന്ന പോലെ തോന്നും. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഖൈസ് അങ്ങനെ ഫൈനലി എൻ്റെ കടിയിലാന്താനം കൊണ്ട് തറായി. അങ്ങനെ പിന്നെ ഏകദേശം കഴിയാനായിട്ടോ. അതും പകുതി മാത്രമേ കഴിയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഈ ഒരു അവസ്ഥ എത്തിയപ്പോൾ ഞാൻ കരുതി പിന്നെ ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ക്യാൻഡിൽ നോക്കാമെന്ന്. അങ്ങനെ ഇതാ അവസാനം ഞാനത് ഊതിക്കെടുത്തി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 7 മണിയൊക്കെ കഴിക്കണേ. ഇതുവരെ ഞാനൊരു 4 മണി 3 മണിക്ക് നിർത്തിയതാണ്. പിന്നെ എപ്പോഴാണ് പഠിക്കണത്? ഞാൻ കുറച്ച് സ്ഥലം വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഇനി പഠിക്കുന്നത്? യെസ്, നമ്മൾ മറ്റേ പകുതി കത്തിച്ചു വന്നു. ഇതുകൂടി കത്തിക്കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ഫുള്ളായി. അപ്പോൾ ഇനി ഈ ഒരു ക്യാൻഡിൽ കഴിയട്ടെ. അങ്ങനെ ഒരു 6:30 7 മണിയായപ്പോൾ നമ്മൾ 2ാമത്തെ സെക്ഷൻ തുടങ്ങി. അടുത്ത ക്യാൻഡിലും വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഗൈസ്, രാത്രി ആയിക്കോളൂ. നമ്മൾ രാവിലെ ഇരുന്നതാണ് ഈ ഒരു ക്യാൻഡിൽമേ. പകുതി കഴിഞ്ഞു. ബാക്കി പകുതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നോക്കാം. അപ്പോൾ നമ്മളെ ക്യാൻഡിൽ ഇപ്പോൾ ഇത്ര ആയിക്കണം. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. കുറച്ചുകൂടിയൊക്കെ പഠിക്കാനും ബാക്കിയുണ്ട്. ഗ്രാമറും കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത് കേടോളം നമുക്ക് ബാക്കിയെല്ലാം കൂടി നോക്കാം. അപ്പോൾ നമ്മളെ ചാലഞ്ച് എന്തായാലും സക്സസ് ആയിക്കണ്. ഒരു ക്യാൻഡിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ വലിപ്പമെല്ലാം എഴുതിയിട്ട് വേറെ വാങ്ങിച്ചത്. പക്ഷെ അതന്നെ ധാരാളം. ഒരു ദിവസം മൊത്തം ഞാൻ ഈ ക്യാൻഡിൽ കത്തിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടി വേഗത കുടുംബത്തിന് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ പഠിക്കണത്. പിന്നെ എക്സാമിനെല്ലാം അത്യാവശ്യം ആയിക്കോളും. അതൊക്കെ മതി. ഇനി അടുത്തേക്ക് നോക്കാം. അങ്ങനെ പിന്നെ ഒരു 1/2 മണിക്കൂറും കൂടി നമ്മൾ ഇരുന്ന് പഠിച്ചപ്പോഴത്തേന് ഏകദേശം നമ്മളെ ക്യാൻഡിലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. അത് അടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്,
അങ്ങനെ ഗൈസ് നമ്മളെ ക്യാൻഡിൽ തന്നെ കെട്ടുപോയി. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ കിടക്കുന്നത്. കണ്ടോ, നമ്മളെ മറ്റേ ക്യാൻഡിലും ഈ ക്യാൻഡിലുകളും കൂടിയും ഒപ്പം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ഒരു ക്യാൻഡിൽ നമ്മൾ ഫുൾ തീർത്തു. അതിനൊപ്പം തന്നെ പഠിക്കലും ഒരു വിധത്തിൽ തീരുമാനമായിട്ടുണ്ട്. നമുക്കെന്തായാലും ഇന്ന് ഇവിടെ നിർത്താം. ഇനി വേണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ചിട്ട് ബാക്കി പഠിക്കാം. കാരണം ഞാൻ കുഴങ്ങി പഠിച്ചിട്ട് പഠിക്കാം. ചൂടുണ്ട്. ഇതാണ് നമ്മളെ രാവിലെ കത്തിച്ച ക്യാൻഡിൽ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളെ ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ എടുത്ത ക്യാൻഡിൽ, ഇതും ഇപ്പോൾ രാത്രി കൊണ്ട് നമ്മൾ തീർത്തത്. അങ്ങനെ അത് രണ്ടും കൂടി ചേർന്നാൽ ഒരൊറ്റ ക്യാൻഡിൽ. അങ്ങനെ നമ്മൾ ഒരു ക്യാൻഡിൽ വെച്ച് ചൂടുണ്ട് ഈ ചാലഞ്ച് കഴിച്ചിരിക്കുന്നു. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ചാലഞ്ച് കഴിഞ്ഞു. ഇനി നാളെ എൻ്റെ പ്രീ മോഡൽ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ലാതെ പഠിച്ചേക്കണു. ആകെ 30 മാർക്കിന് 1 മണിക്കൂറത്തെ എക്സാമാണ്. അതിനുള്ളതൊക്കെ കഴിക്കുന്നു. അത് മതി. ഇനി നമുക്ക് അടുത്ത എക്സാം നോക്കാം. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പോയി കുറച്ച് നേരം ഫോൺ കണ്ടിട്ട് ഉറങ്ങാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇനി ഞാൻ വെറൈറ്റി എന്തെങ്കിലും ചാലഞ്ചോട്ട് വരാം. ഇങ്ങനത്തെ സ്റ്റഡി ബേസ് ചാലഞ്ച് ഞാൻ നിർത്തി ഗൈസ്. ഇനി വേണമെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്റ്റഡി വ്ളോഗ്, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണം. അതുവരേക്കും ബൈ.